ഒരു നാർസിസിസ്റ്റിൻ്റെ കൂടെ ലൈഫ് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ഇത്തരം ബന്ധത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കുട്ടികൾ തന്നെയാണ്. പക്ഷേ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചാലഞ്ചും ഇത് തന്നെയാണ്, എങ്ങനെ കുട്ടികളെ ഇമോഷണലി ഹെൽത്തി ആയിട്ട് ഈ ഒരു എൻവയോൺമെൻറ്റിൽ നമുക്ക് വളർത്താൻ പറ്റുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു നാർസിസിസ്റ്റിൻ്റെ കൂടെ കോ പാരൻറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ചാലഞ്ചുകൾ എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നതെന്നും അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് കുട്ടികളെ എങ്ങനെ ഇമോഷണലി ഹെൽത്തി ആയിട്ട് വളർത്താം എന്നുള്ളതും കൂടെയാണ്. അപ്പോൾ അവരുടെ മാനിപ്പുലേഷനും ഗ്യാസ് ലൈറ്റിംഗ് തന്നെയാണ് ഫസ്റ്റ് പ്രശ്നം. അതായത് നാർസിസിസ്റ്റിന് എപ്പോഴും അവരുടേതായിട്ടുള്ള എല്ലാ സംഭവങ്ങളെയും അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്കൊരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാവും. അപ്പോൾ അവർ റിയാലിറ്റീനെ വളച്ചൊടിച്ച് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ മാത്രമേ എപ്പോഴും പ്രസൻറ്റ് ചെയ്യുള്ളൂ. ബാക്കിയുള്ളവർ പറയുന്നതൊന്നും അവരൊരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുട്ടി ഈ പാരൻറ്റിനോട് പറയുകയാണ്, ഇപ്പോൾ അച്ഛനാവാം അമ്മയാവാം ആര് വേണമെങ്കിലാവാം, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഷൗട്ട് ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ പറയും, ഞാൻ ഒരിക്കലും അങ്ങനെ ഷൗട്ട് ചെയ്യില്ല, നീ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, അതാണ് കാരണം. അപ്പോൾ ആ രീതിയിൽ പറയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ റിയാലിറ്റിയും ഇത് ഗ്യാസ് ലൈറ്റിംഗ് ആണല്ലോ, നമ്മുടെ റിയാലിറ്റിയും ഇതുമായിട്ട് ഒത്തുപോകുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും, നമ്മുടെ മെമ്മറിയിൽ എന്തോ ഉണ്ടോയെന്ന്. അതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മുടെ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത്. അതിനാണ് ഡാമേജ് പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഈ കുട്ടിക്ക് മാനിപ്പുലേറ്റീവായിട്ടുള്ള ആളുകളുമായിട്ടുള്ള റിലേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, ഒരു രണ്ട് പേരുടെയും ഇടയിൽ വെച്ചിട്ട് കുട്ടികളെ കിടന്നിങ്ങനെ കളിപ്പിക്കുന്ന ഒരു രീതി. അതായത് ഈ നാർസിസ്റ്റിക് പാരൻ്റ് എന്ന് പറയുന്നത് വളരെ നല്ല കുട്ടീനെ മനസ്സിലാക്കുന്ന, കുട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കുന്ന നല്ല പാരൻ്റ് എന്നുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയും അതേ സമയത്ത് മറ്റേ പാരൻറ്റിനെ എന്തോ ഒരു കുട്ടികളുടെ കാര്യമൊന്നും മനസ്സിലാക്കാത്തൊരു ബാഡ് പാരൻ്റായിട്ട് ചിത്രീകരിക്കാനുള്ള ഒരു രീതിയുണ്ട്. അപ്പം കുട്ടികൾക്ക് അവിടെ കൺഫ്യൂഷൻ വരും, എന്താണ് ശരിക്കും റിയാലിറ്റി എന്നുള്ളത്, ആരാണ് നല്ലത്, ആരാണ് എൻ്റെ അടുത്ത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ഇതൊന്നും കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടാതെയായി പോകും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നാർസിസിന് ഒരു എമ്പതി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ എന്തെങ്കിലും ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവരതിനെ ഡിസ്മിസ് ചെയ്യും, അതല്ലെങ്കിൽ ദേഷ്യം പിടിക്കും. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി പറയുകയാണ്, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്, എനിക്ക് ഇരുട്ട് പേടിയാണ്, ഒരു പേടി എന്തോ കാരണം കണ്ട്. പക്ഷേ ഒരു നാർസിസ്റ്റിക് പാരൻ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നീ എന്താ ചെറിയ കുട്ടിയാണോ, ഒറ്റയ്ക്ക് കിടക്കാനാണ് പറഞ്ഞത്, ഇമാതിരിയുള്ള ഡ്രാമയൊന്നും ഇവിടെ കളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ ഫീലിങ്സിനെ അങ്ങനെ അങ്ങ് റിജക്റ്റ് ചെയ്യുകയും ദേഷ്യപ്പെടുകയും ചെയ്യും. അപ്പം അവിടെ കുട്ടികൾ അതിനെ പെർസീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല, അത് ഞാൻ എക്സ്പ്രസ് ചെയ്താലും അതിനെ ആരും അംഗീകരിക്കില്ല. അതോടുകൂടി കുട്ടി ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നൊരു കാര്യം സപ്രസ് ചെയ്യാൻ തുടങ്ങും, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാതെയാവും. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നാർസിസിസ്റ്റ് ഒരിക്കലും ഒരു കുട്ടീനെ ഒരു ഇൻഡിവിജ്വലായിട്ട് കാണില്ല. കുട്ടികളെ അവർ ഉപയോഗിക്കുന്നത് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനും നമ്മളെടുത്ത് റിവെഞ്ച് എടുക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ അവരുടെ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂൾസാണ് അവരെ സംബന്ധിച്ച് കുട്ടികളെന്ന് പറയുന്നത്. അപ്പം പലപ്പോഴും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു നാർസിസ്റ്റിക് പാരൻ്റ് ആണെങ്കിൽ അവർ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി കുട്ടികളെ ഉപയോഗിക്കും. അതായത് ഇപ്പോൾ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫാദർ, ഇപ്പോൾ അയാളുടെ വൈഫ് അവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പം കുട്ടിയുടെ അടുത്ത് പറയും, മോൻ പോകണ്ട അല്ലെങ്കിൽ മോള് പോകണ്ട, പോയാൽ എനിക്ക് സങ്കടമാവും, ആ രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുക. തിരിച്ചും ആവാം, ഒരു നാർസിസിസ്റ്റ് ആയിട്ടുള്ളൊരു വൈഫാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കുട്ടീനെയും കൊണ്ടുപോകുമ്പോൾ മോൻ പോയാൽ അമ്മയ്ക്ക് സങ്കടമാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അപ്പം കുട്ടി അവിടെ കൺഫ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് കുട്ടിക്ക് അങ്ങോട്ട് പോകാൻ എന്തായാലും ഏത് കുട്ടികൾക്കാണെങ്കിലും അങ്ങനെ റിലേറ്റീവ്സിൻ്റെ ഗ്രാൻഡ് പാരൻസിനെ കാണാൻ പോകാൻ ഇഷ്ടമുണ്ടാവും. പക്ഷേ ഇവിടെ കുട്ടി കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഞാൻ ഇതിനിടയിൽ കുട്ടി അവിടെ മീഡിയേറ്ററായിട്ട് നിൽക്കേണ്ടി വരും. ഇവർ രണ്ടുപേരെയും ആശ്വസിപ്പിച്ച് കുട്ടിക്ക് മുന്നോട്ട് പോകേണ്ട ഒരു ഗതികേടാണ് അവിടെ ഉണ്ടാകുന്നത്. നാർസിസിസ്റ്റിൻ്റെ കൂടെ നമ്മൾ ജീവിക്കുന്ന നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടാകുന്നൊരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഐഡിയ ഉണ്ടാകും കുട്ടികളെ എങ്ങനെ പാരൻറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിന് കോൺട്രാഡിക്റ്ററി ആയിട്ട്, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിൽ അവർ പെരുമാറും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു വീട്ടിലൊരു ബെഡ് ടൈം സെറ്റ് ചെയ്തു, എല്ലാവരും 9:30 അല്ലെങ്കിൽ 10 മണിക്കോ കിടക്കണം. അപ്പോൾ അങ്ങനെ ഒരു റൂൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടില്ല, എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം, അങ്ങനെ കൃത്യസമയത്ത് ഉറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയും. കുട്ടികൾ കൺഫ്യൂഷനാകും. അപ്പോൾ അവർ
നമുക്ക് ഒരാളുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവരൊരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മളൊരു ഒരു ഒരു റൂൾസ് ഫോളോ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ കുട്ടി പിന്നെ ലേറ്റർ ഓൺ ലൈഫിൽ അവർ സ്ട്രഗിൾ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു പാരൻറ്റിൻ്റെ ഒരു അതോറിറ്റി ഉണ്ടല്ലോ. ആസ് എ പാരൻറ്റ്, ഇപ്പോൾ ഇത് ഈ റൂൾ സെറ്റ് ചെയ്ത പാരൻറ്റ്, ഇപ്പോൾ ഫാദർ ആയാലും മദർ ആയാലും അവരുടെ അതോറിറ്റീനെ അവിടെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ നാർസിസ്റ്റിൻ്റെ പാരൻറ്റിങ്ങിൽ അവരൊരിക്കലും ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. ഒരു ദിവസം കുട്ടിയുടെ അടുത്ത് കുട്ടിക്ക് നല്ല ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്ത് ചോദിച്ചാലും ഇപ്പോൾ ഒരു സാധനം ചോദിച്ചാൽ 2 സാധനം വാങ്ങിക്കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ മറ്റൊരവസരത്തിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് പെരുമാറും. അപ്പം കുട്ടികൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. കുട്ടികൾക്ക് എന്താ ചെയ്യേണ്ടത്, ഇപ്പം എങ്ങനെയായിരിക്കും ഈ പാരൻറ്റ് പെരുമാറുക എന്നുള്ളത് അറിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു എന്താ പറയുക, അവരെ തന്നെ സ്വയം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുമ്പം നമ്മളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അതിനെ എതിർത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള അഭിപ്രായമായിരിക്കും നാർസിസ്റ്റ് പറയുക. കാരണം ഒരു നാർസിസ്റ്റിക് പേഴ്സണ് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിനകത്ത് കൂടെ അവരാണ് പവർഫുൾ എന്ന് തെളിയിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇൻറ്റൻഷൻ. അപ്പം ഇപ്പോൾ കുട്ടികളുടെ കാര്യമൊക്കെ ആകുമ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആസ് എ പാരൻറ്റ് നമുക്ക് എടുക്കേണ്ടി വരും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുട്ടിയുടെ സ്കൂൾ ചൂസ് ചെയ്യുന്നതിനെ പറ്റി, ഏത് സിലബസ് പഠിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറയുന്ന അഭിപ്രായം അത് നല്ലതാണോ, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ, ഇതൊന്നും വിശകലനം ചെയ്യാതെ തന്നെ ഉടനെ ചാടി കയറിയിട്ട് അതിൻ്റെ നമ്മൾ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടാക്കുക. വേറൊരു കാര്യം നാർസിസ്റ്റ് കുട്ടികളുടെ അടുത്ത് പ്രയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഒരു വീട്ടിൽ നമ്മൾ എന്താണ് ഒരു ആസ് എ പാരൻറ്റ് നമ്മളാണ് കുട്ടികളെ ഇമോഷണലി അവർക്ക് ആശ്വാസമായിട്ട് വരേണ്ടതും അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതൊക്കെ. പക്ഷേ ഒരു നാർസിസ്റ്റിക് പാരൻറ്റ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യും. അതായത് കുട്ടിയുടെ അടുത്ത് സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു, എൻ്റെ അടുത്ത് അവരിങ്ങനെ ചെയ്തു, എനിക്ക് സങ്കടം, അത് കുട്ടിക്ക് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സായിട്ട് കുട്ടി നാർസിസ്റ്റിനെ ആശ്വസിപ്പിക്കേണ്ട ഒരു ബാധ്യത കുട്ടിയുടെ തലയിലേക്ക് ഇടും. അപ്പം അവിടെ കുട്ടികൾക്ക് കൺഫ്യൂഷനാവുന്ന മാത്രമല്ല അവർക്കതൊരു ബേർഡനാണ്. ഒരിക്കലും ഒരു കുഞ്ഞിന് ഒരു വലിയ ഒരു അഡൾട്ടിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുക പോലുമില്ല. അപ്പം ആ രീതിയിൽ കുട്ടിക്കൊരു വലിയ ബേർഡനായിട്ട് ഈ നാർസിസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ കുട്ടിയുടെ തലയിലേക്ക് ഇടുന്ന ഒരു പ്രവണത. പിന്നെ നമുക്കറിയാം ഒരിക്കലും നാർസിസ്റ്റ് അവരുടെ ഫോൾട്ടിനെ, അവരുടെ തെറ്റ് അവരൊരിക്കലും അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല അത് മറ്റൊരാളുടെ മുകളിലേക്ക് ഇടുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം കുട്ടികളുടെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാർസിസ്റ്റ് ഒരിക്കലും പൈസേനെ പറ്റി ബോധേഡല്ല. അവർ ഭയങ്കരമായിട്ട് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നന്നായിട്ട് സ്പെൻഡ് ചെയ്യും. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പൈസ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ബ്ലെയിമായിട്ട് പറയും. ഇത്രയും കാശ് മുടക്കിയിട്ടും നീ ഇങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ ഞാൻ അത്രയും കാശ് മുടക്കി ഇതൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് വാങ്ങിച്ചു തന്ന് ഇത്രയും ഇതാണ് വേസ്റ്റായി, ആ രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം കുട്ടികൾക്കത് ഭയങ്കര ഒരു ഗിൽറ്റായിട്ടുള്ളിൽ കിടക്കും. അയ്യോ ഞാൻ കാരണം ഒരു സാമ്പത്തിക പ്രശ്നം വന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര വലുതായാലും എത്ര നല്ല ജോലി കിട്ടി എത്ര സമ്പാദിച്ചാലും ഒരു എക്സ്പെൻസീവായിട്ടൊരു സാധനം വാങ്ങാൻ നോക്കുമ്പം ഉള്ളിൽ ഇപ്പോൾ ഒരു നാർസിസ്റ്റിക് പാരൻറ്റിൻ്റെ കൂടെ വളർന്ന ഒരാൾക്ക് മനസ്സിലാവും, ഉള്ളിൽ ആ ഒരു ഗിൽറ്റ് വരും. അയ്യോ ഇത്രയും കോസ്റ്റ്ലിയായിട്ടുള്ള സാധനം ഞാൻ വാങ്ങിക്കണോ, ആ ഒരു സംഭവം ഉള്ളിൽ. പിന്നെ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പോലെ തന്നെ ഒരു നാർസിസ്റ്റിക് പാരൻറ്റിൻ്റെ കൂടെ വളരുന്ന കുട്ടിക്ക് ആങ്സൈറ്റി ഉണ്ടാവാം, ഡിപ്രഷൻ ഉണ്ടാവാം, സെൽഫ് എസ്റ്റീമിൻ്റെ കാര്യത്തിൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളായിരിക്കാം. ഈവൻ അവർ തന്നെ ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് മാറാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സെൽഫ് എസ്റ്റീം ഒക്കെ കുറയുന്നത് കൊണ്ട് തന്നെ പീപ്പിൾ പ്ലീസിങ് ബിഹേവിയറിലേക്ക് പോകാം. അല്ലെങ്കിൽ ഇത്തരം ടോക്സിക് ആയിട്ടുള്ള മറ്റൊരു റിലേഷൻഷിപ്പിൽ പെട്ടിട്ട് ഇതേപോലെ അതുപോലെ മാനിപ്പുലേഷനും ഗ്യാസ് ലൈറ്റിങ്ങും ഒക്കെ ചെയ്യുന്ന ആളുകളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് ചെന്നുപെടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഒരു നാർസിസ്റ്റിക് പാരൻറ്റിൻ്റെ കൂടെ വളരുന്ന കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആസ് എ നാർസിസ്റ്റിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു കോ പാരൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതൊക്കെ ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള പാരൻ്റ് ആയിരിക്കണം. നാർസിസ്റ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, പക്ഷെ നമ്മൾ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കണം. നമ്മൾ കുട്ടിക്ക് മോഡൽ ചെയ്യണം എങ്ങനെയാണ് നമ്മൾ ക്ഷമയോടെ ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ പ്രെഡിക്റ്റബിൾ ആയിരിക്കണം. അതായത് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് കുട്ടികൾക്കൊരു ഉറപ്പുണ്ടാവണം.
അതുപോലെ തന്നെ അവരെ എംപത്തറ്റിക്കായിട്ട് കേൾക്കണം, അവരെ ജഡ്ജ് ചെയ്യാതെ അവർക്ക് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സേഫ് സ്പേസ് ആയിട്ട് നമ്മൾ മാറണം. അവരുടെ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ ഉടനെ അവരെ ജഡ്ജ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഉടനെ അപ്പം തന്നെ ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുകയോ ചെയ്യാതെ അതിന് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു സ്പേസൊക്കെ കൊടുത്ത് നമ്മൾ കൈൻഡ് ആവുക. പിന്നെ അതുപോലെ തന്നെ അവർക്ക് നമ്മൾ മോഡലാവണം, എങ്ങനെയാണ് എംപത്തറ്റിക് ആവുന്നത്, എങ്ങനെയാണ് ഒരാളുടെ അടുത്ത് കൈൻഡായിട്ട് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നത്, ഇതൊക്കെ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ ആവുന്നതാണ് ഒരു നല്ല ഇൻഡിവിജ്വൽ എന്നുള്ളതിൻ്റെ ഒരു മോഡലായിട്ട് നമ്മൾ നിൽക്കണം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അവർക്കൊരു ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റണം. അപ്പോൾ അതിന് ഫസ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ട്രെയിനിങ് അവർക്ക് കൊടുക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ നാർസിസ്റ്റിക് പാരൻറ്റിൻ്റെ കൂടെ വളരുമ്പോൾ തന്നെ നീ ചീത്ത കുട്ടിയാണ് എന്നുള്ള ആ ഒരു സംഭവം വരും. അപ്പോൾ കുട്ടി പറയണം ഞാൻ ചീത്ത കുട്ടിയാണെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, എന്തുകൊണ്ട് എന്നുള്ളൊരു കാരണം അവിടെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറ്റബോധമുണ്ട്, അതുപോലെ ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ അതെന്താണെന്നുള്ളതിനെ നമ്മൾ എടുത്തിട്ട് അതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതല്ലാതെ ഞാൻ ചീത്ത കുട്ടിയാണ്, ഞാൻ ബാഡാണ്, ഞാനങ്ങനെ ആ രീതിയിൽ കുട്ടികളെ പറയാൻ നമ്മൾ സമ്മതിക്കരുത്. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ലൈറ്റിങ്ങിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതിന് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കാം. അതായത് ഇപ്പോൾ ഒരാൾ നമ്മളെപ്പറ്റി എന്തോന്ന് പറഞ്ഞു, പക്ഷേ നമ്മളത് പറയണം, അത് അവരുടെ ഒപ്പീനിയനാണ്, ഓക്കെ, പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാലോ നമ്മളെന്താണെന്നുള്ളത്. അപ്പോൾ അത് ആ രീതിയിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഒരാൾ പറഞ്ഞതുകൊണ്ട് നമ്മളതായി മാറുന്നില്ല എന്നും നമുക്ക് ഒരു റിയാലിറ്റി ഉണ്ടെന്നും നമ്മളെങ്ങനെ നമ്മളെ കാണുന്നെന്നും മറ്റുള്ള ആളുകൾ ഇപ്പോൾ വേറെയും വ്യക്തികളുണ്ടല്ലോ, അപ്പോൾ അവർ നമ്മളെങ്ങനെ കാണുന്നത്, ആസ് എ പാരൻറ്റ് നമ്മൾ പരസ്പരം എങ്ങനെ കാണുന്നു എന്നുള്ളത് നോക്കണം എന്നുള്ളതും കൂടെ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. അതായത് ഇപ്പോൾ വീട്ടിൽ നമ്മളൊരു റൂൾസ് സെറ്റ് ചെയ്തു എന്ന് വെച്ചാൽ അത് സ്ട്രിക്റ്റ് ആയിരിക്കണം. നമ്മുടെ വീട്ടിലെ റൂൾസ് നമ്മളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ റൂൾസ് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ അനുവദിക്കരുത്. കുട്ടികളുടെ അടുത്തും അത് നമ്മൾ പറയണം. അതായത് ഇപ്പം 10 മണിക്ക് കിടക്കണം എന്ന് പറഞ്ഞാൽ 10 മണിക്ക് കിടക്കണം, അല്ലെങ്കിൽ എനിക്ക് രാവിലെ ഇപ്പോൾ നാർസിസ്റ്റിക് പാരന്റ് കുഴപ്പമൊന്നുമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കിടന്നാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, എനിക്ക് നാളെ രാവിലെ സ്കൂളിൽ കറക്റ്റ് ടൈമിന് എഴുന്നേൽക്കണമെങ്കിൽ ഇപ്പോൾ കിടന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞിട്ട് അത് പിന്നെ കൂടുതൽ ആർഗ്യുമെൻറ്റ്സ് നിൽക്കരുത് നാർസിസ്റ്റിൻ്റെ അടുത്ത്. അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് കിടക്കുക. പിന്നെ വലിയ ആൾക്കാരുടെ കാര്യങ്ങളിൽ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കാതിരിക്കുക. അതായത് ഇപ്പോൾ നാർസിസ്റ്റ് ചിലപ്പോൾ ഓവർ ഷെയർ ചെയ്യുമായിരിക്കും. നമ്മുടെ മീൻസ് എൻ്റെ അടുത്ത് അവരങ്ങനെ പറഞ്ഞു, മറ്റേ പാരൻറ്റിനെ പറ്റിയിട്ട് ഇപ്പം നിൻ്റെ അമ്മ അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമ്മളൊരിക്കലും അതിന് ചെയ്യാതെ അതിന് കൂടി നിന്നിട്ട് തിരിച്ച് മറ്റേ സൈഡിലൊന്നും ഒപ്പീനിയൻ പറയാതിരിക്കുകയോ ചെയ്യുക. അത് അവർ പറയുന്നതിനെ അത് അവരുടെ ഒരു ഒപ്പീനിയൻ മാത്രമാണെന്നുള്ള രീതിയിൽ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞു നാർസിസ്റ്റിൻ്റെ അടുത്ത് ആർഗ്യൂ ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കുറയ്ക്കുക, അവരുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് ഏറ്റവും കുറയ്ക്കുക. ഇപ്പോൾ നാർസിസ്റ്റിക് പേഴ്സൺ നമ്മളോട് എന്തെങ്കിലും പറയുവാണെങ്കിൽ നമുക്കതിനൊരു ഓപ്പോസിറ്റ് ഒപ്പീനിയൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അത് പറയുക, നമ്മൾ അവിടുന്ന് ഒഴിഞ്ഞു പോവുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ് നമ്മൾ കാണിക്കരുത്. അതായത് ഇപ്പോൾ നാർസിസ്റ്റിക് പേഴ്സൺ നമ്മളടുത്ത് എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ പ്രകോപിപ്പിക്കാൻ നോക്കും, അതവരുടെ ഒരു മെത്തേഡാണ്. നമ്മൾ പ്രകോപിതരായാലാണ് അവർ അതിൽ നിന്നും സന്തോഷം കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എതിരഭിപ്രായം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്താൽ പോലും അത് മുഖത്ത് കാണിക്കാത്ത രീതിയിൽ, ആ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ. അതുപോലെ റെസ്പോണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിരിക്കണം, കൃത്യമായിട്ട് ആ ഫാക്റ്റ് മാത്രം പറഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. കൂടുതൽ ആർഗ്യുമെൻറ്റ്സ് അല്ല, നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ നമ്മൾ പോകരുത്. നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അവിടെ ജയിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് നമുക്ക് പറയാനുള്ള കാര്യം ജസ്റ്റ് ഷോർട്ടായിട്ട് പറഞ്ഞ് നമ്മൾ അവിടുന്ന് ഒഴിഞ്ഞു മാറി പോകാമെന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അത് നമ്മൾ കുട്ടികൾക്ക് മോഡൽ ചെയ്ത് കാണിക്കണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നാർസിസ്റ്റിക് പാരൻ്റ് എപ്പോഴും കുട്ടിയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആവാനുള്ളൊരു ശ്രമം നടത്തും. അപ്പോൾ നമ്മളത് എന്താ പറയുക, ഗ്രാൻഡ് പാരൻസിനെ ആയാലും മറ്റുള്ള ആളുകളായാലും അകറ്റി നിർത്താനുള്ളൊരു ശ്രമം ഒരു നാർസിസ്റ്റിക് പാരൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അവരിൽ നിന്നും മാറ്റിയിട്ട് നമ്മൾ
കുട്ടിക്ക് ഹെൽത്തി ആയിട്ടുള്ള മറ്റ് റിലേഷൻഷിപ്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഗ്രാൻഡ് പാരൻസുമായിട്ടുള്ള ബന്ധങ്ങൾ, അതുപോലെ അവരുടെ ടീച്ചേഴ്സുമായിട്ടുള്ള ബന്ധങ്ങൾ, പിന്നെ വേറെ അങ്ങനെ അവർ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, നല്ല നമുക്ക് കുട്ടികൾക്ക് നല്ല മോഡലാക്കാൻ പറ്റി, അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോകണം. പിന്നെ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ് പിയർ ഗ്രൂപ്പുമായിട്ട് ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് അതിന് ശ്രമിക്കാം. ഇപ്പോൾ നാർസിസ്റ്റിനെ സംബന്ധിച്ചിട്ട് അവർ ഒരു കുട്ടീനെ അല്ലെങ്കിൽ നമ്മൾ ആരെയായാലും ലവ് ചെയ്യുന്നത് ഒരു കണ്ടീഷൻ ബേസ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ പെരുമാറിയാൽ നിങ്ങളെ ഞാൻ സ്നേഹിക്കും. അതാണ് ഒരു നാർസിസ്റ്റിൻ്റെ ഒരു രീതി. അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു റോങ് ആയിട്ടുള്ളൊരു സംഭവം അവർക്ക് അത് അവരുടെ ഉള്ളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ഞാൻ സ്നേഹിക്കപ്പെടണമെങ്കിൽ മറ്റേ ആൾ വിചാരിക്കുന്നത് പോലെ ഞാൻ പെരുമാറിയാൽ മാത്രമേ ഞാൻ സ്നേഹിക്കപ്പെടൂ എന്നുള്ള സാധനം. അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നമ്മൾ കുട്ടി ബിഹേവ് ചെയ്തില്ലെങ്കിലും നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. അതായത് അവരൊരു പ്രവൃത്തി ചെയ്തത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ പ്രവൃത്തിനെ മാത്രമേ നമ്മൾ കുറ്റം പറയാൻ പാടുള്ളൂ. അതായത് കുട്ടി നിന്നെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ നീ ചെയ്ത ഈ ഒരു പ്രവൃത്തി എനിക്ക് ഇഷ്ടമല്ല, അത് ശരിയല്ല, അത് ആ രീതിയിൽ വേണം നമ്മൾ പറയാൻ. അതുപോലെ നാർസിസ്റ്റിക് പാരൻ്റ് കുട്ടീനെ അടുത്ത് അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ നമ്മളത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മളുടെ വില എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കപ്പെടുന്നത് ഒരിക്കലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയല്ല. നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ എന്താണോ അതിനെയാണ് മറ്റുള്ളവർ അംഗീകരിക്കുന്നതും സ്നേഹിക്കുന്നതും. അപ്പോൾ അത് ആ ഒരു മെസ്സേജ് കൃത്യമായിട്ട് കുട്ടിയെ പ്രായത്തിനനുസരിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളത് മോഡൽ ചെയ്യണം. നമ്മൾ കുട്ടിയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ പെരുമാറി അവരെ കാണിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ നാർസിസ്റ്റിൻ്റെ കൂടെ ഒരു കോ പാരൻ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ടോ? അതിന് നിങ്ങളെങ്ങനെയാണ് തരണം ചെയ്യുന്നത്? നിങ്ങൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണ്? ഈ പറഞ്ഞ മെത്തേഡുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണം. ഇതൊക്കെ കമൻറ്റിലിടുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പെടുന്ന ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം.